ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഗൈസ്, ഇവിടെ കറണ്ട് ഇല്ല ഗൈസ്. അല്ല, കറണ്ട് ഉണ്ട്, പക്ഷെ വോൾട്ടേജ് ഇല്ല ഗൈസ്. ഇന്നലെ വൈകുന്നേരം നമുക്ക് കറണ്ട് പോയതാണ് കേട്ടോ. ചെറിയതായിട്ട് ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് പോയി. എന്നിട്ട് നോമ്പ് തുറക്കലൊക്കെ നമ്മൾ എന്താ പറയുക, ക്യാൻഡിൽ ലൈറ്റ് ഇഫ്താറൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ, കുറച്ച് നേരമല്ല, ഒരു 10 മണിയോ 11 മണി അങ്ങനെ ആയപ്പോൾ ആ കറണ്ട് വന്നത്. കറണ്ട് വന്നപ്പോൾ വോൾട്ടേജും ഇല്ല. ഇന്ന് ഈ സമയം വരെ എന്താ പറയാ, നമുക്ക് വോൾട്ടേജോടെ കറണ്ട് വന്നിട്ടില്ല കേട്ടോ. കറണ്ട് പോകുമ്പോൾ വിചാരിക്കും വോൾട്ടേജോടെ വരുമെന്ന്, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നലെ നോമ്പ് തുറന്റെ പണി തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ടാങ്കിൽ വെള്ളം ഉണ്ടായിരുന്നു നമുക്ക് രാത്രി വരെ. ഇപ്പം വെള്ളമില്ല കേസ്. പുലർച്ചെ മുതൽ നമുക്കിവിടെ വെള്ളമില്ല, ഫ്രിഡ്ജ് ഓഫാണ്. അതേപോലെ തന്നെ ഇവിടെ എന്താ പറയുക, വോൾട്ടേജ് ഇല്ലാത്ത അവസ്ഥ അറിയാലോ. പിന്നെ ആരും ഉറങ്ങിയിട്ടില്ല മര്യാദയ്ക്ക്. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇപ്പം നമ്മളിവിടെ പോകണമെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് കിണറൊക്കെ ഉണ്ട്. എന്നിരുന്നാലും മക്കളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂത്തൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഉപ്പത അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലേക്ക് എന്താ അങ്ങനെ ഇരിക്കണേ, സംഭവം വേറെ ഒന്നുമില്ല കേസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ വ്ളോഗിൽ അങ്ങനെ ഇവിടെ ഒരു ഏടി ചത്തിട്ടുണ്ട് കേസ്, ഏടി. അപ്പോൾ അതിൻ്റെ നാറ്റം നനവുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം മൂക്കൊക്കെ പൊത്തിയിട്ട് ഇരിക്കണത് കേട്ടോ. പിന്നെ ഞാൻ വീടെടുക്കുമ്പോൾ എന്നോട് പറയുന്ന വീടെടുക്കണ്ട, ഞാൻ ഷേവ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഷേവ് ചെയ്ത് സുന്ദര കുട്ടപ്പനായാൽ പോരെയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മൂത്തൻ്റെ അടുത്തേക്ക് പോവാണ്. ഇതാണ് കേട്ടോ മൂത്തൻ്റെ വീട്, നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ അതാ പൊരിഞ്ഞ വെയിലാണ്. ഞാനും ജിതാനും ഓടിക്കതച്ചു പോവാണ് കേട്ടോ. സംഭവം പറഞ്ഞില്ല, ജിതാൻ്റെ തലയിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വെറുതെ വെയിൽ കൊണ്ട് എൻ്റെ മോനിക്ക് ഓരോന്ന് വരുത്തണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ അതാ അയാൾ കുളിച്ച് സെറ്റായി, ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ജിതാനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ അത്തായക്കള്ളൻ നോമ്പൊന്നുമില്ല. അതെ, പിന്നെ ഞാൻ ഈ സമയത്ത് ഭയങ്കര നോമ്പെടുപ്പായിരുന്നല്ലോ. അപ്പോൾ പഴമൊക്കെ തിന്നാണ് കേട്ടോ. പിന്നെ അതാ ജിതാനും കുളിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇന്നലെ പിന്നെ ആരും മര്യാദയ്ക്ക് ഉറങ്ങിയില്ല. പിന്നെ മക്കൾക്ക് മാത്രമായിട്ട് നമ്മൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ഒറ്റ ഫാൻ ഇട്ടു. ചെറിയ കാറ്റെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു കഥ. അതുകൊണ്ട് ഇന്ന് നല്ല ഉറക്ക ക്ഷീണമുണ്ട്. എനിക്ക് ഒരു 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 സുഖമില്ല ഗൈസ്. അതാണ് സംഭവം. അപ്പോൾ അതാ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു, വീട്ടിലെത്തിയിട്ടുണ്ട്. കറണ്ട് ഒരു ഉച്ച ആകുമ്പോഴേക്കെങ്കിലും വന്നാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എൻ്റെ മോനോട് ചിരിക്കാൻ പറഞ്ഞാൽ മോൻ അങ്ങോട്ട് ചിരിച്ച് തകർത്തോളൂ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് വന്നിട്ട് പിന്നെ വേഗം പോയി ഫ്രിഡ്ജൊക്കെ മോട്ടറൊക്കെ ഇട്ട് സെറ്റാക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നോമ്പ് തുറൻ്റെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷെയ്ക്കാണ് കേട്ടോ അടിക്കാന്നുള്ള പ്ലാൻ ചെയ്തിട്ടുള്ള. സംഭവം വേറെ ഒന്നുമില്ല, ഇന്നലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഷെയ്ക്കും ഇല്ലായിരുന്നു, ജ്യൂസും ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇന്നാണെങ്കിൽ കുറച്ച് മഴക്കാറും കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഷെയ്ക്ക് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ഇവിടെ ജിതാനും അയാനും ചോറും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഷേക്ക് ഷമാം ഷേക്കാണ് ഗൈസ്. ഇന്നലെ നോമ്പ് തുറക്കുമ്പോൾ ഷേക്കും ജ്യൂസും ഒന്നും ഇല്ലാത്തത് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ടോ. കാരണം നമ്മൾ എല്ലാ നോമ്പിനും ഷേക്കും ജ്യൂസൊക്കെ അടിച്ചിട്ട് കുടിക്കുന്ന ആൾക്കാരാണല്ലോ. പിന്നെ ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് തണുത്ത സാധനങ്ങൾ അകത്തേക്ക് ചെല്ലുമ്പോഴല്ലേ നമുക്കൊരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വേഗം ഷേക്കൊക്കെ അടിച്ചു. ഷേക്ക് അടിച്ചത് എത്താണെങ്കിൽ ഞാൻ വെറുതെ പട്ടിഷോക്ക് വേണ്ടിയിട്ട് ജഗ്ഗിലേക്ക് നമ്മൾ ഷേക്ക് ഞാൻ ഒഴിക്കുകയാണ് ഗൈസ്. അങ്ങനെ പിന്നെ നമ്മളിതാ ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഈത്തപ്പഴം നമ്മൾ പൊരിച്ചു കേട്ടോ. ഈത്തപ്പഴം പൊരിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പഴം പൊരിക്കില്ലേ അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ പഴം പൊരിക്കണ പോലെ തന്നെ നമ്മൾ ഈത്തപ്പഴം കുറച്ച് പൊരിച്ചു. ഈത്തപ്പഴം പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ മാവ് ബാക്കി വന്നപ്പോൾ അതിൽ വീണ്ടും കുറച്ച് പഴം എടുത്തിട്ട് ആ പഴവും ഞാൻ പൊരിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് 2 സ്പെഷ്യലായി ഒറ്റയടിക്ക്. ഈത്തപ്പഴവും പൊരിച്ചു, അതേപോലെ തന്നെ പഴവും പൊരിച്ചു കേട്ടോ. ഈ ഈത്തപ്പഴം പൊരിച്ചത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ അതായത് നമ്മൾ ഇന്ന് പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഒരു സൈഡിൽ ഞാൻ കറിയും കൂടെ വെക്കുന്നുണ്ട്. നമ്മളെ മനസ്സിൽ ഒരൊറ്റ പ്ലാനേ ഉള്ളൂ, കറണ്ട് പോണതിന് മുന്നേ എല്ലാ പരിപാടിയും കഴിക്കണം. കറണ്ട് പോകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ കറണ്ട് പോണതിന് മുന്നേ എല്ലാ പരിപാടിയും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കായ്പോള ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. കായ്പോള ഉണ്ട്, അത് നമ്മൾ ഇതേപോലെ മുറിച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ ഉണ്ടാകുന്ന തന്നെ വത്തക്കയും അതേപോലെ ഈത്തപ്പഴവും പിന്നെ ഈത്തപ്പഴം പൊരിച്ചത് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇത് കരിഞ്ഞതല്ല കേട്ടോ. പിന്നെ അതാ ബാക്കിയുള്ള മാവിൽ പഴം പൊരിച്ചിട്ടുണ്ടായിരുന്നു അതും. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഗൈസ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. ബാങ്ക് കൊടുക്കാൻ ഇനിയും എന്തോ കുറച്ച് സമയം കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ടേബിളിൽ സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതാ ഇവിടെ ജിതാനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. വൈകുന്നേരം തൊട്ടേ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഉറക്കിയില്ല കേട്ടോ. സംഭവം പറഞ്ഞല്ല, ബാങ്ക് കൊടുക്കാനൊക്കെ ആയല്ലോ, ഇനിയിപ്പോൾ നോമ്പൊക്കെ തുറന്നിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടാളും കൂടി ഇതാ ഇവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. പിന്നെ മുഖം കണ്ടാൽ പറയോ അവൻ ഉറക്കിയിരുന്നുണ്ടെന്ന്. അപ്പം അങ്ങനെ ഫ്ലാഷ് കണ്ടാലും മൂപ്പര് അപ്പച്ചിരിക്കും കേട്ടോ. അതാണ് ഈ ചിരിൻ്റെ ഒരു ഗുട്ടൻസ്. ഓക്കെ, പിന്നെ എൻ്റെ പ്രവചനം പോലെ തന്നെ ഗൈസ്, ബാങ്ക് കൊടുക്കുന്ന കറക്റ്റ് ടൈം അപ്പോൾ കറണ്ട് പോയിട്ടുണ്ട്. അന്നപ്പോൾ ഇന്നും നമുക്ക് കാൻഡിൽ ലൈറ്റ് ഇഫ്താർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ കറണ്ട് പോയോ മഴ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.